ഹായ് ഗൈസ്, വെൽക്കം ടു ചില്ലി കിച്ചൺ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. ആദ്യം ഒരു കുക്കറിലേക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക, അതൊന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ചെറിയ രണ്ട് തക്കാളി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വാടട്ടെ. ആ സമയം ചെറിയൊരു ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക് ചതച്ചത് എല്ലാം കൂടെ ചതച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചെറുതാക്കി മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫെല്ലാം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. ബീഫെല്ലാം കോരി മാറ്റിയിട്ട് ബാക്കി വരുന്ന വെള്ളത്തിലാണ് നമ്മൾ ചോറ് വെക്കുന്നത്. അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ബീഫ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വെള്ളം നമ്മൾ അളന്നിട്ട് വേണം ഒഴിക്കാൻ. 2 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറിൻ്റെ ഏത് അരി എടുത്താലും മതി. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ചോറ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കോരി വെച്ചിട്ടുള്ള ബീഫ് അതിൻ്റെ മേലിട്ടിട്ട് കുക്കർ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. കുറച്ച് നേരം അങ്ങനെ നിന്നോട്ടെ. ഇനി അതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുക്കറിലെ ചോറ് മുഴുവൻ നമ്മൾ ആ പാത്രത്തിലേക്ക് തട്ടുകയാണ്. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ബീഫ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽമ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ, നമ്മളെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാവും. എരിവൊന്നും അധികം ഇല്ലാത്തതിനെ കൊണ്ട് മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചോറാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.